ഞാൻ കുട്ടിക്കാലത്തിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. ആ കാലത്ത് ഇപ്പോൾ 8 മക്കളും അച്ഛനും അമ്മയും തേയിലത്തോട്ടത്തിൽ അച്ഛമ്മയുടെ കൂടെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് അങ്ങനെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. നല്ല കഷ്ടപ്പാടൊന്നും ഇതുള്ളൊരു ചെറുപ്പകാലമായിരുന്നു ഞങ്ങൾ. ഞാൻ ചെറുപ്പത്തിൽ എല്ലാ ജോലിക്കും പോകുമായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എല്ലാ ജോലി മാനുവൽ ലേബറായിട്ടുള്ള എല്ലാ കന്നുകൂട്ടാനും കളയ്ക്കാനും ചുമട് ചുമക്കാനും എസ്റ്റേറ്റിലെ എനിക്കൊരു 10-12 വയസ്സുള്ളത് തൊട്ട് ഞാൻ പണിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓർമ്മയുള്ളപ്പോൾ കുറച്ച് പിന്നെ തേയില എസ്റ്റേറ്റിൽ വെക്കേഷൻ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സിനും മറ്റ് ഇതിനൊക്കെ ഉള്ള പൈസയൊക്കെ പണിയെടുത്തുണ്ടാക്കുമായിരുന്നു. എസ്റ്റേറ്റിൽ ജോലിക്ക് പോകും. അന്ന് 5 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. ഞാൻ എസ്റ്റേറ്റിൽ പണിക്ക് ഇറങ്ങുന്ന സമയത്ത് മിനിമം കൂലി 5 രൂപയാണ് എസ്റ്റേറ്റ്. അത് സാധാരണ ഇതിൽ ഹാഫാണ് തരിക. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫുൾ എമൗണ്ട് കിട്ടിയത്. അന്ന് ഞാൻ അവിടെ എസ്റ്റേറ്റിൽ ഇറങ്ങുന്ന സമയത്ത് പഠിക്കാൻ 7ൽ പഠിക്കുക. അപ്പം അങ്ങനെ ഓരോ പണി എല്ലാ പണിയും അറിയാം. മാനുവൽ ലേബറായിട്ടുള്ള എന്ത് വേണം ഒക്കെ ചെയ്യും. ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് പിന്നെ ഈ കോളേജിലേക്കൊക്കെ പഠിക്കാനായിട്ട് വരുമ്പോൾ ആ കാലത്തേക്കൊക്കെ പഠിക്കും കുറച്ച് സിറ്റുവേഷനൊക്കെ മാറിയോ? ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്ലൈ ചെയ്യും. പിന്നെ ഫുൾ ടൈം രാഷ്ട്രീയമായി പിന്നെ അങ്ങനെയായി. അപ്പോൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഫുൾ ടൈമറാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഫുൾ ടൈം 77 തൊട്ട് ഞാൻ ഫുൾ ടൈമറാണ് പറഞ്ഞു. എന്നാൽ ട്രൗസർ നിക്കറിട്ടുള്ള കുട്ടി ഞാൻ മാത്രമാണ് ജാഥയിലൊക്കെ ഉണ്ടാവുക. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഒരു നയിച്ച ജാഥയിൽ 9 പേരെ ആകെ പങ്കെടുത്താൽ പേടിയായിരുന്നു. അതിൽ ഏറ്റവും ചെറിയ കുട്ടിയായിട്ടുള്ള ഞാനാണ്. പക്ഷെ അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? ഇല്ല, അന്ന് അടിയന്തരാവസ്ഥ അങ്ങനെ പിന്നെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. അടിയന്തരാവസ്ഥ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഭീകരാന്തരീക്ഷം ഉണ്ടായ ഒരു പ്രദേശമാണ് തൊണ്ണൂർക്കര. ഏറ്റവും കൂടുതൽ ആളുകളെ ജയിലിലടച്ച ഇവിടെ നിന്നാണ്, നമ്മുടെ തൊണ്ണൂർക്കര വില്ലേജിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു അന്ന് 14-15 ആളുകളെ ജയിലിലടച്ചു പല കാരണങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു അച്ഛൻ്റെ ചെറിയമ്മ തൊട്ടയോട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ഹസ്ബൻഡ് മക്കളില്ല അവർക്ക്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. രാത്രി അങ്ങനെ കൊണ്ടുപോയി ജയിലിലിട്ടു 5-6 മാസം. അപ്പോൾ ഞാൻ 6ൽ പഠിക്കുക. അപ്പോൾ എനിക്ക് ആണ് അവരുടെ കാവൽ വീടിൻ്റെ. അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അവർ അവിടെ അന്ന് പണിയൊക്കെ മാറ്റി വരിക, ജോലി കഴിഞ്ഞ് വരിക രാത്രി 9 മണി 10 മണിയൊക്കെയാണ്. ഇപ്പോഴത്തെ പോലെയല്ല, വളരെ വൈകിട്ടാണ് പണി മാറ്റി വരിക. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു കുടിസ് ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കുറച്ച് ആടുകളുണ്ട്, അതിൻ്റെ സൗണ്ട് മാത്രം കേട്ട് രാത്രി ഇങ്ങനെ ഇരിക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായി. അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ളൊരു ചെറിയ മനസ്സിൽ തന്നെ ഒരു വലിയ പ്രതിഷേധം അന്ന് തന്നെ ഉണ്ടായി. പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ആഹ്ലാദ പ്രകടനം നടത്തി. ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ചില ആളുകൾ പേടിപ്പിച്ചു. നമ്മൾ പിൻവലിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ അത്ര വലിയ അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ അടിയന്തരാവസ്ഥയൊക്കെ പിൻവലിച്ച് പിന്നെ ഫുൾ ടൈമറായി. അങ്ങനെ ഈ ഒരു ഫുൾ ടൈമിലാവുന്നതുകൊണ്ടായിരിക്കും മറ്റേ പേഴ്സണൽ ലൈഫിൽ എല്ലാ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരു എനിക്ക് അന്ന് ചെറുപ്പത്തിൽ നല്ല സ്പോർട്സ്മാനാണ്. നന്നായി ഓടും. എക്സസൈസ് ആവശ്യത്തിനുണ്ട്, കാരണം കന്നുകൂട്ടാനൊക്കെ പോകുമ്പോൾ നല്ല എക്സസൈസ് തന്നെയാണ്. ഞാൻ നന്നായിട്ട് ഓടുമായിരുന്നു. അത് എൻ്റെ ഫാദർ നല്ല സ്പോർട്സ്മാനായിരുന്നു. തൊണ്ണൂർക്കര സ്കൂളിൽ എൻ്റെ ഫാദറിനെ കുറിച്ച് അധ്യാപകർ പറയാറുണ്ട്. അദ്ദേഹത്തെ പഠിപ്പിച്ച ആളുകളൊക്കെ പറഞ്ഞു നല്ല സ്പോർട്സ്മാനായിരുന്നു ഫാദർ. അതിൻ്റെ ചെറിയൊരു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഒരുവിധം എല്ലാം കളിക്കും. പക്ഷേ ഫുട്ബോളാണോ ഇഷ്ടം? ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ MLA ആൾക്കാരുടെ ഫുട്ബോളിന് അന്ന് കളിച്ചു കളിക്കുക മാത്രമല്ല ഗോൾ അടിച്ചു. ഇപ്പോൾ ഒരു സമയത്ത് തിരിച്ച് ചേലക്കരയ്ക്ക് വരുമ്പോൾ സാധാരണത്തെ ചിട്ട രീതി എന്താ? ഇപ്പോൾ സ്പീക്കറായിട്ടും മന്ത്രിയായിട്ടും MLA ആയിട്ടൊക്കെ വരുമ്പോൾ സാധാരണ ഇതിലിപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻ. കുടുംബത്തിനോട് ഒപ്പം ഇരിക്കുന്ന സമയം അത് കുറവാണ്. അത് വലിയ പ്രശ്നമില്ല. കുടുംബം എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു വളരെ പേഴ്സണൽ ചോദ്യമാണ്. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന എല്ലാ മന്ത്രിമാരോടും ഞാൻ പറയേണ്ടത്, ഞാൻ ഇങ്ങനെ സ്പീക്കർ ആദർശ് എൻ്റെ നാട്ടുകാരനാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കണം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്ന്. നല്ല ചോദ്യം. അത് ഒന്നുമില്ല, വെറുതെ കള്ളം കഴിക്കാതിരിക്കുകയുള്ളൂ. അതങ്ങനെ അപ്പോൾ കേരള കോളേജിൽ പഠിക്കുമ്പോഴും ആ കാലത്തൊന്നും അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ MLA ആയ ശേഷം അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ നിർബന്ധിച്ചിട്ടില്ലേ കള്ളം കഴിക്കണമെന്ന്? ഇല്ല. അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എല്ലാവരും കല്യാണം കഴിച്ചങ്ങനെ എല്ലാ കുട്ടികളും മക്കളുമായിട്ട് ജീവിക്കണം എന്ന് പറയണത് തന്നെ ഇന്ത്യയുടെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ തോന്നിയില്ല അല്ലേ? അതിങ്ങനെ പക്ഷെ മറ്റേ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ എല്ലാവരും